ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കേരള സദ്യ സ്പെഷ്യല് കൂട്ടുകറി ഉണ്ടാക്കാം. കേരള സദ്യയിൽ അവിയൽ, കാളൻ, ഓലൻ പോലുള്ള കറികളുടെ ഒക്കെ അത്രയും പ്രാധാന്യമുള്ളൊരു കറിയാണ് ഈ കൂട്ടുകറി. നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള കൂട്ടുകറി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ കടല ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ കൂട്ടുകറി നമ്മൾ നേന്ത്രക്കായും ചേനയും വെച്ചിട്ടാണ് ഉണ്ടാക്കണേ. നേന്ത്രക്കായ ഇതവിടെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേനയും തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേനയും നേന്ത്രക്കായും കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ 1/4 ടീസ്പൂണോളം കുരുമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കടല വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഈ കടല ചേർത്തിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ കടലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ടൊരു 5-6 വിസിൽ വരുന്നവരെ നമുക്ക് ഈ കടല നന്നായി വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ കടല ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ ഒരു 6 വിസിൽ അടിച്ചപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിലെ പ്രഷർ മുഴുവൻ പോണവരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് എടുത്തു നോക്കുമ്പോഴത്തേനും കടല ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ കൂട്ടുകറിയിലൊക്കെ ഉള്ള കടല നന്നായി വെന്താലാണ് ആ കൂട്ടുകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ കടല മാറ്റാം. കായും ചേനയും വെന്തതിന് ശേഷം അതിലേക്ക് കടല ചേർത്താലും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നേന്ത്രക്കായും അതുപോലെ തന്നെ ചേനയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം അതും കൂടെ നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഈ കഷ്ണം വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ വേവിച്ചിട്ടുള്ള കടലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് പോരാതെ വന്നുകൊണ്ടാണ് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഷ്ണങ്ങൾ വെന്ത് കിട്ടും. ഈ കഷ്ണങ്ങൾ ഇവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ തേങ്ങ, കുരുമുളക്, ജീരകം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് വറക്കണത്. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. ഈ തേങ്ങ ഇങ്ങനെ വറക്കൊന്നും ചെയ്യാതെ പച്ചക്ക് അരച്ചിട്ടും കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട്. ഞാൻ മിക്കവാറും ഇങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കൂട്ടുകറിയാണ് ഉണ്ടാക്കാറ്. ഇപ്പൊ നമ്മളെ തേങ്ങ ഇവിടെ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ കൂട്ടുകറിയുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെള്ളം വറ്റിയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റി അതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂട്ടുകറിക്ക് തേങ്ങ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത അരപ്പൊക്കെ കഷ്ണത്തിൽ ചേർത്തതിന് ശേഷം മിക്സഡ് ജാറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതിൽ ബാക്കി പറ്റി പിടിച്ചിരിക്കണ ആ അരപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കറി ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുള്ള പോലെ തോന്നും. ഒരു 3-4 പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറി നന്നായി കുറുകി വരും. ഇപ്പൊ നമ്മുടെ കൂട്ടുകറി ഇവിടെ ചാറൊക്കെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ഉണ്ടായിക്കോട്ടെ. തണുത്ത് കഴിയുമ്പോഴത്തേനും ഈ ചാറ് ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ട് ഒന്ന് തിക്കായി വരും. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടെ ചേർക്കാം. ഇനി ഈ തേങ്ങ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇപ്പം ഇതാ തേങ്ങ അവിടെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മളെ കൂട്ടുകറിയിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള സദ്യ സ്റ്റൈല് കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗങ്ങളിൽ 2 തരത്തിൽ കൂട്ടുകറി ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ഇതുപോലെ എരിവുള്ള കൂട്ടുകറിയും അതുപോലെ ഒന്ന് മധുരമുള്ള കൂട്ടുകറിയും. ഈ മധുരമുള്ള കൂട്ടുകറിയുടെ റെസിപ്പി ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് കയറി കാണാൻ മറക്കരുത്. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതുപോലെ കൂട്ടുകറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താന്നുള്ളത് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.